പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈശോ വഴി പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. നമുക്ക് നൽകിയ ഓരോ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും മറക്കാതെ നമ്മൾ നന്ദി പറയുമ്പോഴാണ് അവിടുന്ന് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അമ്മ അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ ഞങ്ങളിതാ ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഈ നിമിഷം സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ. വിശ്വാസത്തോടെ ഈ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കണ്ണുനീർ അവിടുന്ന് തുടയ്ക്കണമേ. മുള്ളുകൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതപാതയിൽ അവിടുന്ന് പ്രകാശമായി കടന്നു വരണമേ. ഞങ്ങളുടെ സഹന സമയങ്ങളിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി അവിടുന്ന് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ വരുമാന മേഖലയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളുടെ ഇടയിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അവരെ അമ്മ കാണണമേ. അമ്മയുടെ കനിവുള്ള കൈകളാൽ അവരെ സ്പർശിക്കണമേ. അവരെ സുഖപ്പെടുത്തണമേ. അമ്മയുടെ അത്ഭുതത്തിന് അവരെ സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ മാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു ജോലി നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വന്തമായൊരു ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് അവിടുന്ന് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന അമ്മ കാണണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അവിടുന്ന് ചിറകുകൾ നൽകണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങളെ അവിടുന്ന് യാഥാർത്ഥ്യമാക്കി തരണമേ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതത്തെയും ജീവിത പങ്കാളിയെയും ദാനമായി തന്ന മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് ഈ നിമിഷം നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് നൽകിയ ഓരോ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് അമ്മ കാവലായി കടന്നു വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് അടയാളങ്ങൾ നൽകണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, കലഹങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരുടെ ഇടയിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അവർക്ക് സമാധാനവും സന്തോഷവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. മദ്യപാനമെന്ന ദുശീലത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുശീലം അവിടുന്ന് എടുത്തുമാറ്റി അവരെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അമ്മ നടത്തണമേ. അവരുടെ കുറവുകളെ അവിടുന്ന് മായ്ച്ചു കളയണമേ. കർത്താവിൻ്റെ മക്കളാവുവാൻ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി മേഖലയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജോലിയിൽ അവർക്ക് സമാധാനവും സന്തോഷവും നൽകണമേ. ജോലി ലഭിക്കാതെ വേദനിക്കുന്നവരെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ലൊരു വരുമാന മാർഗം അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ. അവരുടെ കുടുംബത്തെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ അവിടുന്ന് സാധിച്ചു തരണമേ. ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഞങ്ങളിതാ ഒരു നിമിഷം പ്രാർത്ഥനയോട് കൂടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, നമ്മുടെ നിയോഗങ്ങളെ മൗനമായി ഈ നിമിഷം നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മേ മാതാവേ, ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മ അവിടുന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇന്നീ ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ നിമിഷം നന്ദി പറയുന്നു. നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്ത്യോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി. മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.